നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സിൻ്റെ കളക്ഷനാണ്. അതിൽ നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ പ്യുവർ ക്വാളിറ്റി നെറ്റ് കോട്ട അതിൽ വന്നിട്ടുള്ളതാണ്. 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. മറ്റൊരു ഡിസൈൻ നമ്മൾ കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ പ്യുവർ കോട്ടയിൽ വന്നിട്ടുള്ള മറ്റൊരു ഡിസൈനും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത് നോക്കാം. സൂപ്പർ നെറ്റ് കോട്ടയാണ്, പക്ഷേ വളരെ സോഫ്റ്റാണ്. ഇത്ര ബട്ടർ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സേജ് ഗ്രീൻ കളർ ടോണിലോട്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ടോണിലുള്ള ഡിജിറ്റൽ പ്രിൻറ്റ്സ് ഓൾ ഓവർ പോയിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ജോമെട്രിക് പാറ്റേണിലുള്ള ഡിജിറ്റൽ പ്രിൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഫാബ്രിക്കിൻ്റെ ആ സോഫ്റ്റ്നെസ് ഇതുപോലെ അത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഫാബ്രിക് വരുന്നത്. പിന്നെ അടുത്ത് ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും സെയിം മെറ്റീരിയൽ തന്നെയാണ്. അതിൽ ഡിജിറ്റൽ പ്രിൻറ്റ്സ് വരുന്നതാണ്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടൊരു ഓഫ് വൈറ്റ് കളറിലോട്ട് മൾട്ടി കളേഴ്സിലുള്ള പ്രിൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ സിഗ്സാഗ് ഡിസൈനും ഫ്ലോറൽ പാറ്റേണും കൂടെ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിലെല്ലാം ഒരു പേസ്റ്റൽ ടോൺസ് ആണ് കൂടുതലായിട്ടും പോകുന്നത്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ സിൽവർ സരി ബോർഡറും ഉണ്ട്. അതേപോലെ ടോപ്പിൻ്റെ ആ കളറിലുള്ള ബോർഡർ പാറ്റേണിലും ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ എൻഡിലേക്ക് ടാസൽസും ഈ ഒരു ടോപ്പിൻ്റെ കളറിൽ തന്നെ ചെയ്ത് വരുന്നതാണ്. ബോട്ടം വന്നിട്ടുള്ളത് സിന്തറ്റിക് സിൽക്കിലാണ്. ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും വന്നിട്ടുള്ളത് 1649 റേഞ്ചിൽ നല്ലൊരു സെറ്റാണ്. ഇതിൻ്റെ അടുത്ത കളർ നോക്കാം. ബട്ടർ യെല്ലോ കളറിലോട്ടാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ്. അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ടോണിലുള്ള ഡിജിറ്റൽ പ്രിൻറ്റ്സ് ഓൾ ഓവർ വരുന്നുണ്ട്. പിന്നെ ദുപ്പട്ട സെയിം പാറ്റേൺ. പിന്നെ കളേഴ്സിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിലുള്ള കളർ പാറ്റേണിലുള്ള ചെറിയ വ്യത്യാസം. ബോർഡർ ചുറ്റും വരുമ്പോഴത്തേക്കും ടോപ്പിൻ്റെ തന്നെ ഷെയ്ഡ് വരും. ബോട്ടം സിന്തറ്റിക് സിൽക്കിൽ വരും. ഇനി അടുത്ത ഷെയ്ഡ് ഇതിൽ വരുന്നത് സാൽമൺ പിങ്ക് കളറിലാണ്. നല്ല ഷെയ്ഡാണ്. ഇതുപോലെ വരും. പിന്നെ ടോപ്പ് വരുമ്പോൾ അതേപോലെ തന്നെ സെയിം പാറ്റേണിൽ, പക്ഷേ കളേഴ്സിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതുപോലെ വരും ഇതിൻ്റെ ഷെയ്ഡ് കോമ്പിനേഷൻ. ബോട്ടം വരുമ്പം സിന്തറ്റിക് സിൽക്കിൽ വരും. ഇതിലൊരു ഷെയ്ഡും കൂടെ ഉണ്ട്. അത് വരുന്നത് പൗഡർ ബ്ലൂ കളർ ടോണിലോട്ടാണ്. ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഈ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടം വരുമ്പോൾ സിന്തറ്റിക് സിൽക്കിലാണ്. ഇനി നമ്മൾ കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള പ്യുവർ കളക്ഷനാണ്. ഇതിലൊരു സിംഗിൾ ഷെയ്ഡിലാണ് നമുക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വരുന്നത് ഡിജിറ്റൽ പ്രിൻസും അതുപോലെ തന്നെ എംബ്രോയ്ഡറിയും കൂടെ ഒരു ഫ്യൂഷൻ പോലെ ചെയ്തെടുത്തിരിക്കുന്ന പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ഹക്കോബ ഡീറ്റെയിലിങ്ങും ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലോട്ട് ഒരു 3 പാനൽ പാറ്റേണിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഷെയ്ഡ് ആ കോട്ടൺ വളരെ പ്യുവർ ക്വാളിറ്റി കോട്ടയാണ്. അതിലോട്ട് വന്നിരിക്കുന്ന ഷെയ്ഡ് വൈറ്റ് കളറിലാണ്. പിന്നെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് ലൈല കളറിലുള്ള ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ്. അതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോർഷനിലോട്ട് വന്നിരിക്കുന്ന ഫാബ്രിക്കിൽ ഹക്കോബ ഡീറ്റെയിലിംഗും ഉണ്ട്. ഹക്കോബ പാറ്റേൺ ഇടയ്ക്കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഇടയ്ക്ക് ക്രോഷ്യ ലേസും. ഈ ഒരു പോർഷനിലോട്ടാണ് എംബ്രോയ്ഡറി വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിജിറ്റൽ എംബ്രോയ്ഡറിയാണ്, മെഷീൻ വർക്ക്. അത് സെയിം സെൽഫ് ത്രെഡും അതുപോലെ തന്നെ ആ ഒരു ലൈല കളറിലുള്ള ത്രെഡും പിന്നെ സെൽഫായിട്ട് ചെറിയ ബൂട്ടാസും വരുന്നുണ്ട്. പിന്നെ ഇത് അടുത്ത് എൻ്റെ ഹെം ലൈനിലുള്ള ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ അവിടോട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ ലേസ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല വീതിയിലുള്ള ഡീറ്റെയിലിംഗ് ആണ്. ഇടയ്ക്കൂടെ ക്രോഷ്യ ലേസും അതുപോലെ തന്നെ ബ്ലോക്ക് പ്രിൻറ്റഡ് ഫാബ്രിക്കും കോട്ടയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് പ്രിൻറ്റഡ് ആണ്. അതുപോലെ തന്നെ സ്ലീവ്സിനോട്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ബ്ലോക്ക് പ്രിൻറ്റ്സും എൻഡിലേക്ക് ക്രോഷ്യ ലേസും വരുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ വരുന്നത്. സ്ലീവ്സ് നമുക്ക് ഈ ബാക്ക് പോർഷനിൽ നിന്ന് ഈ പ്രിൻറ്റഡ് ഫാബ്രിക് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ എൻഡിലേക്ക് നമുക്കിതുപോലെ അറ്റാച്ച് ചെയ്യാവുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് ഇത് ടോട്ടലി ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം ആ ഒരു ലൈല കളറും വൈറ്റും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. പ്യുവർ ഷിഫോൺ ഫാബ്രിക്കിലാണ്. ഇതും ബ്ലോക്ക് പ്രിൻറ്റഡ് ഫാബ്രിക് പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്രോഷ്യ ലേസ് വീതിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് പ്രിൻ്റ് കോട്ടായും ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഏറ്റവും എൻഡിലായിട്ട് ഫുൾ റൗണ്ട് ക്രോഷ്യ ലേസ് വരികയാണ്. ബോട്ടം വരുമ്പം പ്യുവർ കോട്ടണിൽ ഇതും കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇതുപോലെ വരും. ആ ഒരു ലൈലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഫ്ലോറൽ പാറ്റേണിൽ. ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുമ്പോൾ 3299 റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കണ്ടത് ഒന്ന് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതായിരുന്നു. മറ്റൊരു ഡിസൈൻ കണ്ടത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ പ്രീമിയം ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു. നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാം. ഇല്ല വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.